സ്ക്രീനില് കണ്ടെല്ലാവരും എനിക്ക് ഇടി കിട്ടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്നുള്ളത്. അല്ലാതെ ഒട്ടിച്ചിട്ടില്ല. ഇതിന്റെ തിരക്കിന്ന് കഴിഞ്ഞിട്ട് വേണം ബസൂക്കയാണെങ്കിലും അന്നവാസാണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും കാണാൻ വേണ്ടി. പലരുടെയും പ്രായത്തിനേക്കാൾ വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത്രയും ഞാൻ ചെയ്തതൊരു ഹ്യൂമർ ഇതാണ്. ഞാൻ കുറച്ച് സട്ടിലായിട്ട് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത്. നമ്മളെ കൂടെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുക. ഇവരെ മെരുക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്ന പറയാം. പല വേറെ ഇന്റർവ്യൂലൊക്കെ കണ്ടപ്പോഴാണ് റൈറ്റപ്പ് ഇവരെ ഒന്ന് മെരുക്കിയെടുക്കാൻ താനത് കുറെ കഷ്ടപ്പെട്ടു. കഷ്ടപ്പാട് മെരുക്കിയെടുക്കുക എന്നുള്ളതല്ല, അവരെ ഈ പറയുന്ന തരത്തില് ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കിലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്കും അവരെ എത്തിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വേറൊരു മീഡിയത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒരുവിധം പോപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തി. ഏകദേശം ഒരു 6 മാസം നമുക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഒരു ഇപ്പം സിനിമയാണെങ്കിൽ തന്നെയും അത് ഒരു ഐഡിയയിൽ വിശ്വസിച്ച് ഇറങ്ങുന്ന ഒരു കൂട്ടമാണല്ലോ. ഒരു ട്രീ വർക്ക് എന്ന് പറയാൻ നേരത്ത് ബേസിക്കലി 6 മന്ത് സ്റ്റാർസ് തന്നെ ഇതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ കലിംഗ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് എന്ന അർത്ഥത്തിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നെസ്ലിനെ പോലെ ഇപ്പം പീക്കി നിൽക്കുന്ന ഒരാള് അയാളുടെ 6 മാസം ഇൻവെസ്റ്റ് ചെയ്യുവാണല്ലോ. അപ്പം ബേസിക്കലി അത് എങ്ങനെയായിരുന്നു നോക്കി കിട്ടാറ്? അത് ഭയങ്കര ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഒരു ആർട്ടിസ്റ്റ് നമ്മളെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരു 6 മാസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ റെഡി ആകുമ്പോൾ ഒരു ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഒരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള. അപ്പൊ അത്രയും പേര് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടും. അവര് അത്രയും ഒരു എനിക്ക് തോന്നുന്നു സിനിമ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമ പ്രോപ്പറായിട്ട് എനിക്ക് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും വിശ്വാസം സിനിമയോടും ബാക്കി കഥയോടും വന്നത്. അവരതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്. നെസ്ലിനേക്ക് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? കാരണം നെസ്ലിൻ ഇതേപോലത്തെ ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നെസ്ലിൻ എങ്ങനെയാണ് കോൺഫിഡൻസ് ഉണ്ടായത് നെസ്ലിൻ ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണെന്നുള്ളത് തോന്നിയത്? നെസ്ലൻ ഇതുവരെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പോലെ എന്റെ ഫസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു നെസ്ലൻ. നമ്മൾ വേറെ ഒരു ആർട്ടിസ്റ്റുകളിലേക്കും അങ്ങനെ ഒരു ജോജോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടി പിച്ച് ചെയ്തിട്ടില്ല. എന്തോ അദ്ദേഹം അത് ആദ്യമായിട്ട് കേട്ടു, ഓക്കെ പറഞ്ഞു, പിന്നെ എല്ലാം കൂളായിട്ട് പോയി. സിക്സ് പാക്ക് നായകനോ? അല്ലാതെ ഒട്ടിച്ചിട്ടില്ല. നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ആ എഫേർട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ നെസ്റ്റിൽ നമ്മൾ നേരത്തെ കണ്ടത് ഒരു നോർമൽ ക്രിഞ്ച് നായകൻ അല്ലെങ്കിൽ ഒരു റൊമാൻസ് മാത്രം ഹാൻഡിൽ ചെയ്ത നായകനായിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ച് ഒരു ആക്ഷൻ ലെവലിലേക്ക് വളർന്നതായിട്ട് സ്ക്രീനിൽ കണ്ടതൊന്നും ഫീൽ ചെയ്തായിരുന്നു. അത്ര എഫേർട്ട് ഫീൽ ചെയ്തു. ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞല്ലോ, ഞാൻ മാത്രമല്ല ഈ ജേണിയിലും ഇവരെല്ലാവരും തന്നെ ആ കട്ടയ്ക്ക് കൂടുന്നത് കൊണ്ടാണ് ആ സ്ക്രീനിൽ അതിന്റെ രസം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും അടിപൊളി ക്രൂവിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഈ ജെൻസി കോഴി ടൈപ്പ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഒരു പ്രത്യേകം സാധാരണ കോഴി ക്ലാസ്സിന് കൊണ്ടുപോകണം അല്ല, ആ ടൈപ്പ് ആണ് ജെൻസി. ഇപ്പത്തെ ഒരു ജെൻസ് വൈബിലുള്ള ഒരു കോഴിത്തരാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ്, ആരുടെ ഇൻസ്പിറേഷൻ ഈ കോഴി? തീർച്ചയായിട്ടും പിന്നെ നമ്മളുടെ ഡയലോഗ് റൈറ്റർ, പിന്നെ ഈ കൂട്ടത്തിൽ ആരാ അല്ല ഒഴികെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് സ്പേസ് ഉണ്ടല്ലോ. ഇപ്പം റിക്കിന്റെ ഉള്ളിൽ നടക്കുന്ന പോർഷൻ ആണെങ്കിൽ ഷോർട്സ് ഒക്കെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് അത് ഒരു പ്രീ റിഹേഴ്സൽ ഒക്കെ ചെയ്ത് 1-2 തവണ ചെയ്ത് നോക്കിയിട്ട് ഷോർട്സ് ഫിക്സ് ചെയ്യുന്ന തരത്തിലേക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ ഷോർട്സ് ചെയ്യുന്നുണ്ടോ? അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ? റിങ്ങിന്റെ അകത്തുള്ള ഷൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ബേസിക്കലി ആക്ഷൻ കൊറിയോഗ്രാഫർ മിസ്റ്റർ ജോഫിൽ അദ്ദേഹം അവിടെ ഉണ്ട്. സർ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുള്ളത് ഇവരെല്ലാരും ട്രെയിൻ ചെയ്തിട്ടുള്ള ജോഫിൽ തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ജിംഷി ഖാലിദ് ഇവിടെ ഉണ്ട്.
ഇവർ രണ്ടുപേർക്കുമാണ് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് പോകുന്നത്. പിന്നെ അത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവർക്ക് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മളോട് വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഇവരെക്കാൾ കൂടുതലായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും, കുറച്ചെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് ബോക്സിങ്ങിനെ ഫോളോ ചെയ്യുന്നവരാണ്. അവരോടൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഈ സിറ്റുവേഷനിൽ. കാരണം അവരൊന്നും ഇല്ലാതെ നമുക്കിത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഉണ്ട ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയാണ് അഭിനയിക്കുന്നത്, അതിന്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഏത് വിധത്തിലുള്ള ഷോർട്സും ചോദിക്കാം, എത്ര നേരം വേണമെങ്കിൽ അദ്ദേഹത്തിനോട് ഇനിയും കൂടുതൽ എന്താണ് ചെയ്യാനുള്ള സാധ്യതകളെന്ന് ചോദിക്കാം. പിന്നെ നസ്ലിനെ പോലുള്ള ഒരു ആക്ടർ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സൗകര്യം എന്താ? നസ്ലൻ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യം. യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പം അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഇപ്പൊ പറയപ്പെടുന്ന ഈ ജനറേഷൻ ഗ്യാപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഓവർകം ചെയ്യേണ്ടതാണ്? ഇല്ല, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് ആണ്. യങ്സ്റ്റേഴ്സ് ആണ്, അവരുടെ എനർജി, അവരുടെ ടൈം എല്ലാം ഈ സിനിമയ്ക്കും എനിക്കും കിട്ടിയ പ്ലസ് പോയിന്റ്സ് ആണ്. പറഞ്ഞു ഇപ്പൊ ഒരു ലവർ ബോയ് ആയിട്ടൊക്കെ നല്ല കോമഡിയൊക്കെ കളിച്ച് നടന്നിരുന്ന നസ്ലനെയാണ് ഒരു ആക്ഷൻ മൂഡുള്ള തലത്തിലേക്ക് കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ പ്രോത്സാഹനത്തിനോടൊപ്പം തന്നെ ഒരുപാട് ശാസിച്ചിട്ടുണ്ടാവില്ലേ? മീൻസ് ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴൊക്കെ ഗൗരവം കാണിക്കാറുണ്ടോ? നസ്ലനെ എങ്ങനെ മാനേജ് ചെയ്തു? അല്ലെങ്കിൽ ഈസി ആയിരുന്നോ? എല്ലാം ഓക്കെ എന്നായിരുന്നോ? ഇല്ല, അങ്ങനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു 30 seconds 1 minute എക്സ്ട്രാ സ്പാർ ചെയ്യും. സ്പാർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സേഴ്സ് തമ്മിൽ പരസ്പരം ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് സ്പാറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ബാക്കിയെല്ലാം ശരിയാണ്. അല്ല, അപ്പൊ നസ്ലന് കുറെ ഇടി കൊണ്ടിട്ടുണ്ടോ? ഇതെല്ലാം ക്യാമറ ട്രിക്കല്ല. പിന്നെ നസ്ലനോടൊരു ചോദ്യം. ഇപ്പോൾ ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 4 സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു, ക്ലാഷ് റിലീസ് എന്നൊക്കെ പറയും. അപ്പോൾ മമ്മൂക്കയുടെ ബസൂക്ക ഉണ്ട്. അപ്പോൾ നസ്ലന്റെ ആലപ്പുഴ ജിംഖാനയാണ് ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ ഒന്ന്, പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ബസൂക്കയായിട്ടാണ് ക്ലാഷ് റിലീസ്. പക്ഷേ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള നില നോക്കുമ്പോൾ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് അതിനെ കാണാം. പക്ഷേ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണല്ലോ മമ്മൂക്ക, ഒരു നടൻ, വളർന്നൊരു നടൻ. അപ്പോൾ നസ്രന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മമ്മൂക്കയുടെ ഒപ്പം ഒരു റിലീസ് വരുന്നത് നസ്രന്റെ കരിയറിൽ. അപ്പോൾ ഈ ഒരു ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ചിന്തിച്ചില്ല. ഒന്നാമത്തെ സമയം കിട്ടിയില്ല ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഇതിന്റെ തിരക്കിൽ നിന്ന് കഴിഞ്ഞിട്ട് വേണം ബസൂക്ക ആണെങ്കിലും അന്നവാസ് ആണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു മൊമെന്റിനെ എങ്ങനെ നോക്കിക്കാണും? തൊട്ടപ്പുറത്തെ തിയേറ്ററിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോ ഇതിപ്പോ ഇങ്ങനെ പറയുമ്പോ തന്നെ അറിയില്ല, അതങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രം താങ്കളുടെ കഥാപാത്രം ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതാണോ ഈ കഥാപാത്രം ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്യാനുള്ളത് മെയിൻ റീസൺ? അത് എനിക്ക് തോന്നുന്നത് റഹ്മാൻകാട് ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ക്യാരക്ടർ അതിലുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു പരിപാടി ക്യാരക്ടറല്ല അതില് ആലപ്പുഴ ജിംഖാന +2 ഒരു വിദ്യാർത്ഥി കുറച്ചും കൂടെ മിനിമലായിട്ട് പിടിക്കുന്നതാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ എല്ലാം റഹ്മാൻകാരുടെ ഒരു അനുഗ്രഹം തോന്നുന്നത്. ഇപ്പൊ മഞ്ഞുപോൽ ബോയ്സില് ഡ്രൈവർ ചേട്ടനായിട്ട് തകർത്താടിയതാണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോ ഇതിലേക്ക് ഒരു അവസരം നോക്കിയില്ലേ? സ്വന്തം പടമാണ് പടത്തിലും പക്ഷെ ഇതിലേക്ക് ഇല്ല, ഞാൻ അതിനെ ട്രൈ ചെയ്തില്ല. കാരണം ഒരുപാട് ജോലികൾ വേറെ സൈഡിലുള്ള ഉണ്ടായിരുന്നോണ്ട് ചെയ്യാനറിയാവുന്നവർ പടത്തിൽ അഭിനയിക്കുന്നുള്ളതുകൊണ്ട് ചെയ്തില്ല. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിൽ ഗണു ചേട്ടനാക്കി ഗണുവിനാക്കി ആ ഒരു ഗണു കാസ്റ്റ് ചെയ്ത് മഞ്ഞുമൽ ബോയ്സിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഗണപതിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. കാരണം
ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന മറ്റാരെക്കാളും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള പലരുടെയും പ്രായത്തിനേക്കാൾ വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള് പ്രത്യേകിച്ച് ഈ പിള്ളേരുടെ കൂടെ അത്ര സെയിം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. ഇനി വന്ന പടങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, അതായത് കഥ മുഴുവനായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കില്ല. അതായത് അന്നൊക്കെ അറിയാം, അന്ന് എന്താ ആ പ്രോസസ്സിന്റെ കാര്യം എന്താ? അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് വലിയ ടെക്നിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇവര് വന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത സീനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്കും അറിയാൻ പറ്റില്ല അതെന്താന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആലോചനകൾ നടക്കേണ്ടാവുള്ളൂ. അപ്പൊ അറിയില്ല, പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലേ. നമ്മള് ചാടക്കി അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസിനെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് പറയാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടിന്റെ ഇല്ല, നമ്മൾ ഇതുവരെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അല്ല, അത് തന്നെയാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ചെയ്യാൻ കാരണം. അതാണ് ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മൊത്തത്തിലുള്ള മൂഡ് വേറെയാണ് പടത്തിന്റെ. അതിനാണ് എന്നെ എക്സൈറ്റ് ചെയ്തത്. അല്ല, അത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ വീഡിയോകളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട്. അത് സ്ക്രീനില് കണ്ട എല്ലാവരും എനിക്ക് ഇടി കിട്ടുമ്പോ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്നുള്ളത്. അതൊക്കെ പോയി. അല്ല, അത് എന്താന്ന് വെച്ചാൽ അത് 6 മാസത്തോളം ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അലി ഷിഫാസ് എന്ന് പറഞ്ഞ ട്രെയിനറായി ഞങ്ങൾ വർക്ക് ചെയ്യിച്ചത്. അപ്പൊ അവരൊക്കെ അങ്ങനെ അത്രയും പ്രഷർ എന്നോണ്ട് വേറെ ഒരു ഇതായില്ല. അങ്ങനെയായിരുന്നു. നിങ്ങളുടെ ഈ 6 മാസത്തെ വർക്കിന് ചില പലരും VFX തട്ടി. ഇന്നലെ 2 ദിവസം മുന്നേ ഒരു ചോദ്യം തന്നെ ഒരു ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഈ 6 മാസം 6 പാക്ക് വരാൻ വേണ്ടിട്ട് 6 മാസം വർക്ക്ഔട്ട് ചെയ്ത്, പക്ഷെ അത് പലരും 6 പാക്ക് അല്ല VFX ആന്ന് പറയും നേരിട്ട് പറയുമ്പോൾ. അങ്ങനെ പോകുമ്പോൾ ഫീൽ ലുക്മാൻ ഇപ്പൊ തല്ലുമാല ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ടൊവിനെ അടിക്കുന്ന ആ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുന്നേ കാലിതൊക്കെ വന്നിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, ഒന്നും നോക്കണ്ട, നീ ശരിക്കും ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തോ. അപ്പൊ ഇതേപോലെ ഇന്റർവ്യൂല് പറഞ്ഞ ഒന്നും നോക്കണ്ട, ശരിക്കും ഒരെണ്ണം കൊടുത്തോന്ന് ചെവിയിൽ വന്ന് പറഞ്ഞു. അപ്പൊ ഇതില് അതേപോലെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ശരിക്കും കൊടുക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു? ഇല്ല, ഇതിലങ്ങനെ ശരി ഒരു തവണ ഉണ്ടായിട്ട് തോന്നുന്നില്ല. അല്ല, അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആ ഷോട്ടിന് അത്രയും അങ്ങനെ ആ ടച്ച് അങ്ങനെ തോന്നണം, അങ്ങനെ ഷോർട്ടായിരിക്കും. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ. അല്ലാതെ നമ്മള് ഇപ്പോൾ ഒരു 5 സീക്വൻസിൽ എല്ലാം കൊടുത്തോണ്ട് സിനിമയാണല്ലോ, എല്ലാം ടച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ 1-2 ഷോട്ടുകളിൽ ചിലപ്പോൾ സംഭവിക്കാം. ഇതിലും അങ്ങനെ ഒരു ഷോട്ടിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഗണപതി ഈ പടത്തിൽ തന്നെ മാസ് മൊമെന്റ്സ് 1-2 ഗണപതി എന്നെ ചുറ്റിപ്പറ്റിയാണ് ബോക്സിങ്ങിനകത്ത്. അപ്പൊ ഇത്രയും കാലമായിട്ട് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇവരെക്കാളൊക്കെ സീനിയറാണ്. ഇത്രയും കാലം ലോങ് ചെയ്യേണ്ട വന്ന ഒരു തിയേറ്റർ മൊമെന്റ്, ആളുകൾ കൈയടിച്ചിട്ട് ഒരു മാസ് മൊമെന്റ് കിട്ടാൻ അങ്ങനെ ഫീൽ ചെയ്തു പടം കണ്ടപ്പോ? ഉറപ്പായിട്ടും നമുക്ക് ഓരോ കഥാപാത്രം ചെയ്യുമ്പോൾ ഓരോരോ അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴാണ് ഒരു മാസ് കഥാപാത്രം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രകാലം ഞാൻ ചെയ്തതൊരു ഹ്യൂമറിലാണ് ഞാൻ കുറച്ച് സട്ടിലായിട്ട് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത്. അപ്പം നമ്മൾ തിരിച്ചറിയാനും നമ്മളെ കൂടെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുക. അപ്പം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.